ഇന്നലെ വൈകുന്നേരത്തെ ഒരു മേജർ ഇഷ്യൂ ആയിരുന്നു ജിൻഡോ കിടന്നുറങ്ങിയ ആ ഒരു വിഷയം. ഇപ്പൊ ഇത് നമ്മുടെ BB+ കാണിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കും ഒരു ക്ലാരിറ്റി കിട്ടിയത് ഈ ഒരു വിഷയത്തില്. ലൈവിൽ എത്ര സൂം ചെയ്തൊന്നും കാണിക്കാറൊന്നുമില്ല. ജിൻഡോ സ്മോക്കിംഗ് റൂമിൽ കിടന്ന് ഉറങ്ങി, കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. ആ ഒരു സൗണ്ട് സഹിതം എല്ലാം ബിഗ് ബോസ് കേൾപ്പിച്ചിരുന്നു ഉറങ്ങി എന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് ഇന്നലെ പട്ടി കുറച്ചപ്പോ സ്വാഭാവികമായി ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തെളിയിക്കാൻ വേണ്ടി എല്ലാരും വന്നു. സ്മോക്കിംഗ് റൂമിന്റെ സൈഡിൽ നിന്നാണ് പട്ടി കുറച്ചത്. അപ്പൊ ജിൻഡോ ചേട്ടനാണ് ഉറങ്ങിയത് എന്ന് എല്ലാരും ഇങ്ങനെ പറയുന്നു. ജിൻഡോ പവർ ടീം ആയതാണ് ഇതിന്റെ ഒരു ഗെയിം വരുന്നത്. ജാസ്മിൻ പവർ ടീമിലായിരുന്നു ഇപ്പൊ ഉറങ്ങിയതിന് ഉണ്ടായ ഒരു വമ്പൻ പ്രശ്നങ്ങളാണ് റോക്കിയൊക്കെ. അതുകൊണ്ട് ആ ഒരു പേ ബാക്ക് മൂഡില് ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെ റിയാക്ട് ചെയ്തു. പവർ ഒരു ഉത്തരവാദിത്തമാണ്, ജിൻഡോ കാക്കായ്ക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ എങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞു. ജിൻഡോ ആണെങ്കിൽ ന്യായീകരിച്ച് വയ്യാണ്ടായിരുന്നു ഇന്നലെ തന്നെ. ഇന്ന് രാവിലെയും ജിൻഡോയുടെ മണ്ടയ്ക്ക് കയറുകയായിരുന്നു എല്ലാവരും. ജാസ്മിനും ഗബ്രിയും നോറയും അപ്സരയും എല്ലാം. ഉറങ്ങിയെങ്കിൽ ഉറങ്ങി എന്ന് പുള്ളിക്ക് സത്യസന്ധമായി പറയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. നമ്മൾ പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് ജിൻഡോ ഓർക്കേണ്ടതായിരുന്നു. ഇത്രയും പ്രശ്നമായി കഴിഞ്ഞ് ജിൻഡോ അത് സംഭവിക്കുമ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിലുള്ള പവർ ടീമിനും അതൊരു ചീത്തപ്പേരാണ് എന്ന് ജിൻഡോ ചിന്തിച്ച് കളിക്കേണ്ടതായിരുന്നു. പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുന്നു, ഇന്ന് ഉറങ്ങിയെന്ന് സംശയമുണ്ട് എന്ന് പറയുന്നു. പിന്നെ ആന്റിബയോട്ടിക് ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നതാണ് എന്ന് പറയുന്നു, ഡോസേജ് വരുമെന്ന് പറയുന്നു. അതൊക്കെ ഒരു ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗബ്രിയൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, ക്യാമറകളെ കള്ളം പറയാറില്ല. എന്തായാലും രാവിലത്തെ ലൈവ് തന്നെ ഇതേപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് മൊത്തം. സത്യം പറയാൻ ഈ പ്രശ്നവും ബഹളവും കണ്ട് വല്ലാതെ മടുത്തു. ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിപ്പിടി എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ മാറ്റിപ്പിടിക്കുന്ന പ്രതീക്ഷിച്ചില്ല.